നിങ്ങൾ ഊരി എടുക്കുന്നത്. അപ്പോൾ ഇനി ABS വർക്ക് ആകത്തില്ല. ABS ഇല്ലാതെ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് ബ്രേക്ക് ഔട്ടാം തെന്നി പോകുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പം പരീക്ഷ നടത്തുന്ന ആൾക്കാരൊക്കെ നല്ലതാണ്, പക്ഷേ സൂക്ഷിച്ചൊക്കെ ചെയ്യുക. ഈ വാഹനം ഇത്ര ഒരു സൈഡിലോട്ട് പോയി, അതും ഈ ഒരു ചെറിയൊരു സ്പീഡിൽ നിങ്ങൾ ഓർക്കുക, ഏകദേശം ഒരു 10 കിലോമീറ്റർ സ്പീഡ് അടുപ്പിച്ചേ ഉള്ളുമായിരുന്നു. ഇനി ഇൻ കേസ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 40-50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ വാഹനം സ്കിഡ് ആവുന്നെങ്കിൽ, അതായത് ABS ഇല്ലാത്ത വാഹനം സ്കിഡ് ആവുന്നെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ കിടക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ABSൻ്റെ കൃത്യമായിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണ്. കാരണം പലരും ABS ഉണ്ട്, നമ്മുടെ വാഹനത്തിൽ ABS ഉണ്ട്, അല്ലെങ്കിൽ ABS എന്നൊക്കെ പറഞ്ഞൊരു ഫംഗ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയ്ക്കകത്ത്, അതായത് ഈ ഒരു വീടിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ ABSൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി പോകണം. അതായത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് 40 കിലോമീറ്ററിൻ്റെ മേളിൽ സ്പീഡ് വരണം, അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററിൻ്റെ മേളിൽ സ്പീഡ് വരണം. ഇതൊന്നും ആവശ്യമില്ല, ചെറിയൊരു സ്പീഡ് കൊണ്ട് തന്നെ ABSൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് നടക്കും. ABS ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തില്ലെങ്കിൽ വരുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ABS ഊരിയിട്ട് കഴിഞ്ഞ് എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഓക്കെ, അപ്പം നമുക്ക് ഒരു ABSൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ABS വർക്ക് ചെയ്യിച്ചൊന്ന് നോക്കാം, കൃത്യമായിട്ട് എങ്ങനെ വരുന്നു എന്നറിയാൻ പറ്റും. ഒന്ന് ബാക്കിലോട്ട് എടുത്തിട്ട് ഞാൻ എടുക്കാം. യെസ്, ഇപ്പം നിങ്ങൾ നോക്കിയോ, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ടൊന്ന് ചവിട്ടി. ഇനി ഞാൻ ബാക്കിലോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്പീഡിൽ പോയിട്ട് ഇങ്ങനെയാണ് ABSൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ടയർ സ്കിഡ് ആകാതെ ഞാൻ പതുക്കെ എടുക്കാം. ഇപ്പം നോക്കിക്കോണേ, ബ്രേക്ക് ഔട്ടാണ്. ഇപ്പം ആ വിട്ട് പിടിക്കുന്നതിനാണ് ABS ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടത് ABSൻ്റെ ഫംഗ്ഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇതിനകത്ത് പലതും നമുക്ക് ആ സ്റ്റോപ്പായി വരുന്നതിൻ്റെ ഒരു ഫംഗ്ഷൻ. ഇനി ഞാൻ ABSൻ്റെ ഫ്യൂസ് ഊരി വിട്ട് ABS വർക്ക് ആകാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നതെന്നുള്ളത്. കാരണം ABSൻ്റെ ഫ്യൂസ് ഊരിക്കഴിഞ്ഞാൽ ഇത് സ്കിഡായി പോകും, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ABS വർക്കിംഗ് നടക്കത്തില്ല. അപ്പോൾ ABSൻ്റെ ഫ്യൂസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 40 ABS 25 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 25 വേണ്ട, ഈ കാണുന്ന വെള്ളയാണ്, ആ വെള്ള ഫ്യൂസ് ഒന്ന് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 25ൻ്റെ ഫ്യൂസാണ് ഞാനിങ്ങനെ ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇനി ABS വർക്ക് ആകത്തില്ല, അത് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ വാഹനം ഒന്ന് ABS ഇല്ലാതെ, അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് ബ്രേക്ക് ഔട്ടാം തെന്നി പോകുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതും കൂടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റും ABSൻ്റെ വാർണിംഗ് ലൈറ്റും കാണിച്ചു തരാം. വേണ്ടേ, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, അത് നമ്മുടെ ABSൻ്റെ ഫ്യൂസ് പോയി. ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ്, ABSൻ്റെ ഫ്യൂസ് പോയതുകൊണ്ട് ABSൻ്റെ വാർണിംഗ് ലൈറ്റ്. അപ്പോൾ ഈ മൂന്നും കാണിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഫ്യൂസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്കിനി വാഹനം ഒന്ന് എടുക്കാം. അപ്പം പരീക്ഷ നടത്തുന്ന ആൾക്കാരൊക്കെ നല്ലതാണ്, പക്ഷേ സൂക്ഷിച്ചൊക്കെ ചെയ്യുക. ഞാൻ ചവിട്ടുകയാണ്, കണ്ടോ, നോ ABS വർക്കിംഗ്. ഓക്കെ, തെന്നിപ്പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ. ഇപ്പം ഞാൻ സഡൻ ചവിട്ടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക, പതുക്കെയാണ് എടുക്കുന്നത്. ഒന്ന് സഡൻ ചവിട്ടുകയാണ്, വാഹനം തെന്നി ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. ശരിക്കും ഇതാണ് ABSൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ABSൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടിയാലും വാഹനം പോകുന്ന വഴിയിൽ നിന്ന് സ്കിഡായി വേറെ സൈഡിലോട്ട് പോകത്തുമില്ല. ബ്രേക്കിംഗ് ഇവൻ്റ് ആയിട്ട്, അതായത് ഏത് ടയറാണ് ലോക്കായി പോകുന്നത്, ആ ലോക്കാവുന്ന ടയറിലോട്ട് ABSൻ്റെ ഫംഗ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏതായാലും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, വാഹനം കിടക്കുന്ന ഒരു സൈഡിലോട്ടാണ്. അതായത് ഇത്രയും നേരം ഞാൻ നേരെയാണ് പോയെങ്കിൽ ഇപ്പോൾ ഈ വാഹനം ഒരു സൈഡിലോട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ അറിയാം. മറ്റത് ഞാൻ പോയ വഴി തന്നെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ വാഹനത്തിൻ്റെ സൈഡ് മാറി. ഇനി ഞാൻ ഈ ഫ്യൂസ് ഒന്ന് ഇടാൻ വേണ്ടി പോവുകയാണ്. വാ, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഫ്യൂസ് ഇടേണ്ട 25 ഇവിടെയാണ് ആ ഫ്യൂസ് വരേണ്ടത്. അവിടെ ഞാൻ ആ ഫ്യൂസ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ABSൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ നടന്നോളും. ഇനി ഞാൻ ഈ വാഹനം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ട്രാക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നമ്മൾ ABS ഉണ്ടായിരുന്ന സമയത്ത് പോയ ട്രാക്ക്, ഇപ്പോൾ ABS പോയി കഴിഞ്ഞപ്പോൾ വാഹനം തന്നെ ആ സൈഡിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ വാർണിംഗ് ലൈറ്റ്, ABSൻ്റെ വാർണിംഗ് ലൈറ്റ് പോയി, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് പോയില്ല. അത് കുറച്ച് നേരം കൂടെ ഒന്ന് എടുക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊന്ന് മനസ്സിലായി വരണം, ഇത് ഓക്കെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇട്ടുകൊണ്ടാണ് വാർണിംഗ് ലൈറ്റ് വന്നത്. അപ്പോൾ ഇനി ഞാനൊന്ന് എടുക്കുകയാണ്, നമുക്ക് നോക്കാം. ഓക്കെ,
ഞാൻ ബാക്കിലോട്ട് പോയച്ചും വരാം, അതായിരിക്കും നല്ലത്. എല്ലാവരും ശ്രദ്ധിച്ചോളുക. ബാക്കി വന്നു. ഇനി ഞാൻ പതുക്കെയാണ് പോകുന്നത്, വളരെ പതുക്കെ എടുത്തു. ബ്രേക്ക് ചെയ്യാണ്, ശ്രദ്ധിച്ചോണം. യെസ്, ഇപ്പം ABSൻ്റെ വർക്കിംഗ് വളരെ കൃത്യമായിട്ട് നടന്നു. ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമ്മുടെ ABSൻ്റെ വർക്കിംഗ് പക്ക. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ABS വർക്ക് ചെയ്യുന്നതും ABS വർക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. കാരണം നമ്മൾ പോകുന്ന ട്രാക്കിൽ തന്നെ കൃത്യമായിട്ട് പോകുന്നുണ്ട്, ഒരു കാരണവശാലും സ്കിഡ് ചെയ്ത് പോകത്തില്ല. കാരണം ABS മാറിയോണ്ട് മാത്രം ഈ വാഹനം ഇത്ര ഒരു സൈഡിലോട്ട് പോയി, അതും ഈ ഒരു ചെറിയൊരു സ്പീഡിൽ. നിങ്ങൾ ഓർക്കുക, ഏകദേശം ഒരു 10 കിലോമീറ്റർ സ്പീഡ് അടുപ്പിച്ചേ ഉള്ളുമായിരുന്നു. ഇനി ഇൻ കേസ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 40-50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ വാഹനം സ്കിഡ് ആവുന്നെങ്കിൽ, അതായത് ABS ഇല്ലാത്ത വാഹനം സ്കിഡ് ആവുന്നെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ കിടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. വാഹനത്തിന് ABSന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാൻ നോക്കുക. ABS ഇല്ലാത്ത വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്തും റോഡ് നനഞ്ഞു കിടക്കുന്ന സമയത്ത് ഇച്ചിരി സ്പീഡ് കുറച്ച് പോകാമെങ്കിൽ ഏറ്റവും നല്ലതാണ്.